അങ്ങയുടെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ നമുക്ക് നേടിത്തന്ന നമ്മുടെ മഹാത്മജിയെ ഓർക്കാം. അതോടൊപ്പം തന്നെ മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്, അവരെയൊക്കെ നന്ദിയോടുകൂടി ഓർക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യം മറ്റ് രാജ്യങ്ങളിലും വെച്ച് ഏറ്റവും മികച്ചതായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഇപ്പം ജനപെരുപ്പത്തിൽ നമ്മൾ 1-ാം സ്ഥാനത്ത് ആണ് ചൈനയെ പിന്തള്ളി. പക്ഷേ മറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒളിമ്പിക്സ് നടത്തിയിട്ട് വളരെ തുച്ഛമായിട്ടുള്ള മെഡലുകളാണ് നമുക്ക് കിട്ടിയത്. ഇത്രയും ആളുകളുണ്ടായിട്ട്, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടായിട്ടും വേണ്ട രീതിയിൽ ഇന്ത്യക്ക് ഉയരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മുടെ ഭരണാധികാരികളുടെ കണ്ണു തുറക്കട്ടെ. വേണ്ട രീതിയിൽ എല്ലാ മേഖലകളിലും നമ്മുടെ രാജ്യത്തിന് ഉയർന്നു വരാനായിട്ട്, അത് ധാർമ്മികമായിട്ടും മാനുഷികമായിട്ടും ഭൗതികമായിട്ടും എല്ലാ രീതിയിലും ഒരു ക്ഷേമരാഷ്ട്രമായിട്ട് നമ്മുടെ രാജ്യം മാറട്ടെ എന്നുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങളോടെ നമ്മുടെ പൂർവികരെ സ്മരിച്ചുകൊണ്ട് നന്ദിയോടുകൂടി നമുക്ക് ഈ ദേശീയ പതാക ഉയർത്താം. നമ്മൾ ദേശീയ പതാക മുകളിലെത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ നാഷണൽ ആന്തം പാടാവുള്ളൂ. അതുവരെ നമ്മൾ ആദരപൂർവ്വം നിൽക്കുക. അപ്പോൾ നമ്മുടെ ഇടവകയിൽ ഇപ്പോഴുള്ള മുതിർന്നവർ ചേർന്നായിരിക്കും ദേശീയ പതാക ഉയർത്തുക. शुभ नामे जागे, तब शुभ आशीष मांगे।